കാളികാവുന്ന് വരുന്ന എല്ലാ വണ്ടികളും ബൈപ്പാസ് വഴി വണ്ടൂർ ടൗണിലേക്ക് വരാനേ പാടുള്ളൂ. മാർക്കറ്റ് റോഡ് നാളെ മുതൽ വൺ വേ ആണ്. ഒരു വണ്ടിയും അങ്ങോട്ട് പോകാൻ പാടില്ല. ശക്തമായ നടപടി പോലീസുകാർ എടുക്കും. തവണകളായി പണമടിച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. 1000 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599000 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വണ്ടൂർ അങ്ങാടിയിൽ സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ നടക്കുന്നത് മൂലമുള്ള രൂക്ഷമായ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരമായി വ്യാഴാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനം. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം ലംഘിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പോലീസും അറിയിച്ചു. മഴയും സൗന്ദര്യവൽക്കരണവും ഒരുമിച്ചെത്തിയതോടെ വണ്ടൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. പലപ്പോഴും മണിക്കൂറുകളോളമാണ് കുരുക്ക് നീളുന്നത്. പാണ്ടിക്കാട് റോഡിൽ ചെട്ടിയാറമ്മൽ വരെയും കാളികാവ് റോഡിൽ കുറ്റിയിൽ വരെയും നിലമ്പൂർ റോഡിൽ അമ്പലപ്പടി വരെയുമൊക്കെ പലപ്പോഴും വാഹനങ്ങളുടെ നീണ്ട നിരയാണ് കാണാനാവുക. സെൻട്രൽ ജംഗ്ഷനിൽ ഒരു ഭാഗം അടച്ചുള്ള പ്രവൃത്തിയോടൊപ്പം നിലമ്പൂർ പാണ്ടിക്കാട് റോഡുകളെല്ലാം ഒരേ സമയം പ്രവൃത്തി നടക്കുന്നതാണ് കുടുക്ക് രൂക്ഷമാക്കിയത്. ഇതോടെ ബസ്സുകാരും കച്ചവടക്കാരും വിദ്യാർത്ഥികളുമെല്ലാം പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് യോഗം വിളിച്ച താൽക്കാലിക പരിഹാരത്തിന് വഴി തേടിയത്. വ്യാഴാഴ്ച മുതൽ കാളികാവ് റോഡിലെ കൂരിക്കുണ്ട് ബൈപ്പാസ് മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെ വൺ വേ ആക്കാൻ യോഗം തീരുമാനിച്ചു. വാണിയമ്പലം റോഡിൽ നിന്നും വരുന്ന മുഴുവൻ വാഹനങ്ങളും സിയന ബൈപ്പാസ് വഴി തിരിഞ്ഞു പോകണം. കാളികാവ് പാണ്ടിക്കാട് ഭാഗത്തു നിന്നും മഞ്ചേരിയിലേക്കുള്ള മണൽമൽ സ്റ്റാൻഡിലൂടെ മാർക്കറ്റ് റോഡ് വഴി കടന്നു പോകണം. നിലമ്പൂർ റോഡിൽ നിന്നും മഞ്ചേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ അമ്പലപ്പടി ബൈപ്പാസിലൂടെ തിരിഞ്ഞു പോകണം. താൽക്കാലികമായുള്ള ഈ നിയന്ത്രണം പാലിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വണ്ടൂര് റോഡ് പണി നടക്കുന്നതുകൊണ്ട് വണ്ടൂര് എപ്പോഴും ട്രാഫിക് ജാമാണ്. അതുകൊണ്ട് പണി കഴിയുന്നത് വരെ വണ്ടൂര് കൂരിക്കുണ്ട് മുതൽ വണ്ടൂർ ടൗണ് വരെ വൺ വേ ആക്കിയേക്കാണ്. അവിടുന്ന് എല്ലാ വണ്ടികളും മഞ്ചേരിക്ക് വേണ്ട എല്ലാ വണ്ടികളും ബൈപ്പാസ് വഴി വന്ന് മണൽമൽ ബസ് സ്റ്റാൻഡ് വഴി മാർക്കറ്റ് റോഡ് വഴി നാളെ മുതൽ പോകണമെന്നാണ് കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വണ്ടൂർ ട്രാഫിക്കിൽ അത്രയും ബ്ലോക്ക് ആയതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കാളികാവുന്ന് വരുന്ന എല്ലാ വണ്ടികളും ബൈപ്പാസ് വഴി വണ്ടൂർ ടൗണിലേക്ക് വരാനേ പാടുള്ളൂ. വണ്ടൂരിൻ്റെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ആംബുലൻസുകളും മറ്റുള്ള എല്ലാം പോകുന്ന വലിയ റോഡായതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം ഈ പണി കഴിയുന്നത് വരെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. മാർക്കറ്റ് റോഡ് നാളെ മുതൽ വൺ വേ ആണ്. ഒരു വണ്ടിയും അങ്ങോട്ട് പോകാൻ പാടില്ല. ശക്തമായ നടപടി പോലീസുകാർ എടുക്കും. ടോമാക്കാരുടെ സഹായവും ഉണ്ടാവും. വ്യാപാരികളും ബസ് ഓണേഴ്സും മറ്റു എല്ലാ സംഘടനകളും സഹായിക്കാൻ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നാളെ മുതൽ വണ്ടൂരിലെ ബ്ലോക്കിന് വേണ്ടി മുന്നിട്ടിറങ്ങി എല്ലാവിധ പരിഹാരങ്ങളും ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ്, ഷാഹുൽ അമീദ്, നിഷ്മാധവൻ, സി ടി ചെറി, വണ്ടൂർ എസ് ഐ ജയകൃഷ്ണൻ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥൻ ജസീം, ബസ് ഓണേഴ്സ് പ്രതിനിധികളായ UKB സച്ചിദാനന്ദൻ, മുനീർ പൊത്തങ്ങോടൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളായ ഷിഹാബ് അലൈ, മുജീബ് അലിസൺ, വ്യാപാരി സമിതി പ്രതിനിധികളായ അഫ്സൽ സിലത്ത്, സുഭീഷ്, ബിൽഡിംഗ് ഓണേഴ്സ് പ്രതിനിധി ഉമർ ഹാജി, ട്രോമാ കെയർ അംഗങ്ങളായ അഷ്റഫ്, കോയ എന്നിവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സ്.